2, 3, 4. I watch the sun go മാഷില്ലയോ to ഹന day. ഹന മാഷില്ലയോ I wish that you'd been there to see it, but you were only half awake, and nothing ever. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സോളിന്ന് പുറത്തു പോവാണ്. എവിടേക്കാന്നല്ലേ? സുവോൺ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, കാരണം നമ്മൾ ഓണം സെലിബ്രേഷന് സുവോണിലോട്ടാണ് പോയത്. ബട്ട് ഇന്ന് നമ്മൾ പോകുന്നത് സ്റ്റാർഫീൽഡ് ലൈബ്രറി, ഹ്വാസോങ് ഫോർട്രസ്. ഈ ഒരു വേർഡ് ഞാൻ കുറേ കഷ്ടപ്പെട്ടു പറയാൻ. അപ്പോൾ അവിടേക്കൊക്കെയാണ് പോകുന്നത്. അതാണ് പ്ലാൻ. ഓക്കെ, പലപ്പോഴും ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും കാര്യങ്ങൾ നടക്കാറില്ല. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ഹാപ്പൻ. ആൻഡ് ഞാൻ ഓൾറെഡി സോളിലുള്ള സ്റ്റാർഫീൽഡ് ലൈബ്രറി നിങ്ങൾക്ക് കാണിച്ചല്ലോ. അതിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഇവിടെയുള്ള സ്റ്റാർഫീൽഡ് ലൈബ്രറി. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടെ ഈ ഒരു റീസെൻ്റ്ലി ഉണ്ടാക്കിയ ലൈബ്രറിയാണ്. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അപ്പം ഒബ്വിയസ്ലി ഞാൻ പോവുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോകണ്ടേ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നിങ്ങൾ എൻ്റെ ഫാഷൻ കണ്ട് ഞെട്ടരുത്. ലുക്ക് അറ്റ് ദിസ്. കൊള്ളാമല്ലേ? ഞാൻ വിചാരിച്ചൊരു പിക്നിക്കിനൊക്കെ പോവല്ലേ, അപ്പോൾ കുറച്ച് അടിപൊളിയായിട്ട് പോവാന്ന്. പിന്നെ ഇവിടെ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഒരു കോട്ടൻ്റെ തിന്നായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതാണ് എൻ്റെ ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത്. കുഴപ്പമില്ലല്ലേ? But you're all I need, honestly. ഗൈസ്, ഇപ്പം ഞങ്ങൾ സദാങ് സ്റ്റേഷനിലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് സുവോണിലോട്ടുള്ള സബ്വേ എടുക്കേണ്ടത്. ഞാനിത് വാങ്ങിച്ചു. കഫേ മിഗ്നോണിന് ഒരു ചമോങ് പന്നക്കൊത്ത, അതായത് നമ്മളുടെ പീച്ച് പന്നക്കൊത്ത. എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ. അവൾ കൈ മാത്രമേ കാണിക്കുള്ളൂ എന്ന്. ക്ലൈമറ്റ് കാർഡ് സോളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ നോർമൽ ടീ മണി കാർഡ് റീചാർജ് ചെയ്യാണ്, സോ ദാറ്റ് എനിക്കത് സുവോണിൽ പോകുമ്പോൾ ഉപയോഗിക്കാം. ഇനി നമ്മൾ ട്രെയിൻ കയറാൻ പോവാണ്. ട്രെയിൻ കയറാൻ പോയപ്പോഴാണ് ഈ ഒരു ആർമി ചേട്ടനെ നമ്മൾ കണ്ടത്. ചേട്ടൻ്റെ ബാഗ് നിങ്ങളെ കാണിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം, പകരം ചേട്ടൻ്റെ ബാഗിലുള്ള ഡോള് കാണിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ചേട്ടൻ്റെ ബാഗായിരുന്നു, പിന്നെ ചേട്ടൻ്റെ ഡോളും എനിക്ക് ബാഗ് കാണിച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കൊറിയയിൽ ആമ്പിള്ളേരും ബാഗിൽ ഇങ്ങനെ ഡോൾസ് ഒക്കെ തൂക്കി നടക്കാറുണ്ട്. ഡോൾസ് എന്നല്ല, ഇങ്ങനത്തെ ക്യൂട്ട് കീ ചെയിൻസ് ഇട്ട് നടക്കാറുണ്ട്. ഇറ്റ്സ് വെരി കോമൺ ഹിയർ. ഗൈസ്, സുഷിന് ഭയങ്കരമായിട്ട് വിശക്കുന്നു. അയ്യോ വളരെ ആഗ്രഹത്തോടെ വാങ്ങിച്ച ഒരു ഡെസേർട്ടായിരുന്നു. ഇതിന്റെ മലയാളം സംഭവം വളരെ ആഗ്രഹത്തോടെ. എൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കാണുന്ന പ്രേക്ഷകർ എല്ലാം ക്ഷമിക്കുക. ഞാൻ പഠിച്ചതും വളർന്നതും ഒന്നും കേരളത്തിലല്ലാത്തതുകൊണ്ട് എൻ്റെ മലയാളമൊക്കെ ഇങ്ങനെയാണ്. സോ പ്ലീസ് അഡ്ജസ്റ്റ്. ഞാൻ ആദ്യം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തേ. കഷ്ടപ്പെട്ട് വളരെ ആഗ്രഹത്തോടെ വാങ്ങിച്ചതാണ് ഗൈസ് ഇത്. ഗൈസ്, ഇതിന്റെ പ്രൈസ് എത്രയെന്ന് അറിയോ? 300 രൂപ. ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസാണ് 300 രൂപ. സുഷ്, ഇവിടെ ഇങ്ങനെയൊക്കെ ഇടാൻ പാടില്ല, നമ്മളെ അവർ പിടിച്ച് അകത്താക്കും. അതിന് മുമ്പ് ഇത് എടുക്കണം. റിവ്യൂ പ്ലീസ്. എങ്ങനെയുണ്ട് ഇത് കഴിച്ചിട്ട്? സ്ട്രോബെറിയാണ് നല്ലത്. This is just like eating this sweet, not sweet, fruit. ഗൈസ്, ഇത് കോറയിലാണ്. ആദ്യമായിട്ടാണ് നമ്മൾ കോറയിൽ പോകുന്നത്. യൂഷ്വലി നമ്മൾ സബ്വേയിലല്ലേ പോവാറ്. ഞാൻ വിചാരിച്ചു ട്രെയിന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും സബ്വേ നിന്ന്, പക്ഷേ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു. എ സി ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പോയി. പോകുന്ന വഴിയിൽ ഭയങ്കര അടിപൊളി കാഴ്ചയായിരുന്നു. സ്കൈ ഒക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഗൈസ്, നമ്മൾ സ്റ്റോപ്പൊക്കെ കഴിഞ്ഞ് വേറെ എവിടെയോ ഒന്നിറങ്ങി. നമുക്ക് തിരിച്ചു പോകണം. വർത്താനം പറഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് മിസ് ചെയ്തു. ഈ സ്റ്റേഷൻ്റെ പേര് ഊസാൻ എന്നാണ് കേട്ടോ. നമ്മളുടെ സ്റ്റോപ്പിൻ്റെ പേര് സുവോൺ ആയിരുന്നു. സുവോൺ കഴിഞ്ഞിട്ട് ഒരു 5 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട്. സോ വി മിസ്ഡ് 5 സ്റ്റോപ്സ്. ഞങ്ങൾ തിരിച്ച് സുവോണിലോട്ട് പോവുകയാണ് ഗൈസ്. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ ചൂടാണ് ഗൈസ്. നമുക്ക് ജങ്കുക്കിൻ്റെ
എന്തായിരുന്നു സാധനം? ബനാന ഓയോ. ബനാന ഓയിൽ വാങ്ങിക്കാം. ഇതിന് ഓക്കെ, ആദ്യം നമുക്ക് പേ ചെയ്യണം. ആദ്യം യു ഹാവ് ടു സീ വിച്ച് നമ്പർ ഇറ്റ് ഈസ് 32. അപ്പം അവിടെ പോയിട്ട് അങ്ങോട്ട് പോ. ഹിയർ ഇൻസേർട്ട് യുവർ കാർഡ്. എന്നെ കാണിക്കുക, എന്നെ കണ്ട ഇവിടെയാണോ? അല്ല അല്ല, അവിടെ അല്ലടാ, അവിടെ അവിടെയാണ് കാർഡ് ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ കാത് എന്ന് പറഞ്ഞിട്ട്. കാത് ഇതോ ഗൈസ്, എന്താണ് ഇത്ര പൊട്ടത്തരം കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ വേറൊരാൾ വീഡിയോ എടുക്കുന്നോണ്ടായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഇത്ര പൊട്ടത്തൊന്നും അല്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആജുമ, അവിടെയുള്ള ഒരു ആജുമ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഒരു ആജുഷി വന്നിട്ട് ഇതിങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആജുമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. 되는 게 아니고 이게는 IC 카드거든요, 아저씨야. 팀원이 있어, 팀원이? 32번? 네, 맞아요. എനിവേ അവർ ഹെൽപ്പ് ചെയ്തപ്പോൾ നമുക്ക് സംഭവം കിട്ടി. നമ്മളൊന്ന് ആഞ്ഞ് ട്രൈ ചെയ്തിരുന്നെങ്കിൽ കിട്ടിയേനെ. പക്ഷെ പിന്നെ അവർ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരെ അനുവദിച്ചു. ആൻഡ് നമ്മൾ അങ്ങനെ ജങ്കുക്കിന്റെ ബനാന മിൽക്ക് വാങ്ങിച്ചു. ഗൈസ്, 마실래요 하나? 하나 마실래요? 네. 제가 다른 거 살게요. 아니야, 괜찮아. 아니 괜찮아요. 괜찮아요. 네, 감사합니다. 다른 거 먹고 싶어요? 다른 거 혹시 먹고 싶은 거 있어요? 저거 먹을게. 포카리. 뭐가? 어떤 거요? 포카리. 여기 하세요. 네. എന്നെക്കാട്ടിലും വലിയ ഇൻട്രസ്റ്റ് അവർക്കായിരുന്നു വീഡിയോ എടുക്കാൻ. അവരെന്റെ കൈ പിടിച്ച് ഇങ്ങനെ എടുക്ക് അങ്ങനെ എടുക്കുന്നൊക്കെ പറയണ്ടായിരുന്നു. 네, 감사합니다. 도와주셔서. 어디가? 우리 수원 가요. 수원 가? 네, 맞아요. അങ്ങനെ നമ്മൾ ഫൈനലി സുവോണിലെത്തി. ഇനി നമുക്ക് സ്റ്റാർ ഫീൽഡിലോട്ട് പോവാം. ഇവിടുന്ന് ബസ് പിടിച്ചിട്ട് വേണം പോവാൻ. ഞാൻ ജോങ്കുക്കിൻ്റെ ബനാന ഓയിൽ വാങ്ങിച്ചു. കുടിച്ചാലോ? ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നു. 맛있어요. Honestly, I just wanted you to know that. ക്യാമറയിൽ നമ്മൾ രണ്ടുപേരും നല്ല രസമുള്ളോ? അവ ഈ വീഡിയോ ഞാൻ കേട്ടോ ഗൈസ്. ക്യാമറ എങ്ങനെയുണ്ട്? ഇറ്റ്സ് നോട്ട് ക്യാമറ, ഇറ്റ്സ് കീ ചെയിൻ. എന്റെ ബാഗ് കാണിച്ചിട്ട് വരാം. Look at this, matching. ഗൈസ്, ഞങ്ങളിപ്പോൾ സുവോണിലെത്തി. സുവോണിലാണെങ്കിൽ ഒടുക്കത്തെ ചൂട്. സോളിനെക്കാട്ടിലും ചൂടാണ് ഇവിടെ. ബട്ട് ഇവിടുത്തെ സ്കൈ ഈസ് ബ്യൂട്ടിഫുൾ. I'll show you. It stops me thinking for a minute. I know the world could be just fine. As long as you're always in it. I see the glitter in your eyes. ഗൈസ്, ഞങ്ങളിവിടെ എത്തി. സ്റ്റാർഫീൽഡ് ലൈബ്രറി. ഇതിൻ്റെ ഒരു 5th ഫ്ലോറിലാണെന്ന് തോന്നുന്നു. When you say that we're together, always moving, always mine, always moving. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റാർഫീൽഡ് ലൈബ്രറീൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് റിസപ്ഷൻ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്യോൾ മാതാങ് ദോസോഗ്വാൻ എന്നാണ്. എൻ്റെ സോൾ സ്റ്റാർഫീൽഡ് ലൈബ്രറി വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയുണ്ടാവും പ്യോൾ എന്താ, മാതാങ് എന്താ, ദോസോഗ്വാൻ എന്താ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റിൽ പറയാൻ മറക്കരുതേ. ഞങ്ങളിവിടെ വന്ന ദിവസം ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അവിടെ എന്തോ കോൺസേർട്ട് നടക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കാണാനുള്ള ആൾക്കാരായിരുന്നു ഭൂരിപക്ഷവും. ഇതാണ് ലൈബ്രറീൻ്റെ 1st ഫ്ലോറിൽ നിന്നുള്ള വ്യൂ.
ഇനി നമുക്ക് ഈ ഒരു റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വ്യൂ, ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോവും. അത് ഇവിടെ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ നിന്നാണ് ആൾക്കാർ ഫോട്ടോസ് റീൽസ് ഒക്കെ എടുക്കാറ്. ഇതാണ് ആ മാസ്മരിക വ്യൂ ഗൈസ്. കണ്ടോളൂ, ആസ്വദിച്ചോളൂ. ഇത്ര എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. ഓഫ് കോഴ്സ് ഞാനും റീൽസ് ആൻഡ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യണം. ഒരു ക്വിക്ക് പ്രൊമോഷൻ സൈഡിൽ എവിടെയെങ്കിലും ഞാൻ എൻ്റെ ID കൊടുക്കാം, എന്നെ ഫോളോ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് ഫ്ലോർ പോയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഇവിടെ നിന്ന് കാണാനും നല്ല രസമായിരുന്നു കേട്ടോ, ക്ലോസ് വ്യൂവിൽ. പിന്നെ ഞങ്ങളിതേ ഈ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള ആഗ്ര, അവിടെ പോയിട്ട് ഇന്ത്യൻ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയി. ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പോയി. പക്ഷേ നമ്മളുടെ എക്സ്പീരിയൻസ് ഇത്തിരി ശോകമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്ത കറി എന്ന് പറഞ്ഞത് വെജിറ്റേറിയൻ കറിയായിരുന്നു, അത് തന്നെ മഷ്റൂം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എഗ്ഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങൾ അതിലോട്ട് എഗ്ഗ് മുറിച്ചിട്ട് അത് എഗ്ഗ് മഷ്റൂം കറിയാക്കി. അത് നല്ല സംഭവമാണ്, അതല്ല നമ്മുടെ സങ്കടപ്പെട്ട കാര്യം. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, റൈസ് ഓർഡർ ചെയ്തപ്പം ഞങ്ങൾക്ക് ഭയങ്കര കുറവാണ് കിട്ടിയത്. റൈസ് ഞാൻ കൈകൊണ്ടല്ല കഴിക്കുന്നതെങ്കിലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറ്റ് ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് കൈ നമ്മൾ തുടക്കുകയാണ്. ഇവിടെ കൈ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാറില്ല, അവർ വെറ്റ് ടിഷ്യൂ തരും, അത് വെച്ചിട്ട് നമ്മൾ കൈ തുടച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക. അഥവാ നിങ്ങൾ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ഷോ ഓഫ് മാത്രമാണ് ഗൈസ്, ഷോ ഓഫ് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെടുക്കാം. അങ്ങനെ ഞങ്ങൾ കാത്തു നിന്ന് ദേ ഫുഡ് വന്നു. 120 രൂപയ്ക്ക് വാങ്ങിച്ച ചോറാണ് ഗൈസ് അത്, 120 രൂപയ്ക്ക്. എന്ത് കുറവാന്ന് നോക്കിയാൽ നമ്മളെ നാട്ടിലൊരു ബിരിയാണി കിട്ടും ആ പൈസയ്ക്ക്. ഗൈസ് ഞാനിങ്ങനെ റോഡിൻ്റെ സൈഡിലിരിക്കുകയാണ്. നമ്മൾ സ്റ്റാർ ഫീൽഡിൽ നിന്ന് ഇറങ്ങി ഇനി മറ്റേ വാസോങ് ഫോർട്രസിലോട്ട് പോവാണ്. അപ്പോൾ ടാക്സി വെയിറ്റ് ചെയ്യണം. ടാക്സി അല്ലെങ്കിൽ ബസ്സിൽ നമുക്ക് പോവാം. ബസ്സിന് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്യാമെന്ന് വെച്ചു. ടാക്സിക്ക് അതിന് മാത്രം പൈസയൊന്നും ഇല്ല. സോ ഞങ്ങൾ ടാക്സി പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്തായാലും ലേറ്റ് ആയില്ലേ, ഇപ്പോൾ സമയം 6:30 ഓക്കെ. ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തു ഗൈസ്. ഓക്കെ, നമ്മുടെ ടാക്സി വന്നു. ലെറ്റ്സ് ഗോ. എല്ലാവരും എന്നെ നോക്കുന്നു. ഞാൻ ഓടി കഴിച്ച് നടന്നോ. ഇതിപ്പോ കൊറിയയിലൂടെ പോകുന്നെന്ന് തോന്നുന്നില്ലല്ലോ, കേരളത്തിലൂടെ പോകുന്ന പോലെ ഉണ്ട്. ഞാൻ എന്താ പറഞ്ഞ സോൾ മാത്രമാണ് അങ്ങനെ ഒരു ഇതുള്ളത്. Guys, look at this. It's so beautiful. Oh my god. Guys, ഇതാണ് ഹ്വാസോങ് ഫോർട്രസ്. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ റൈറ്റ്. നമുക്കിനി ഉള്ളിലോട്ട് പോവാം. അതാണ് എൻ്റെ ഫ്രണ്ട്. കഴിക്കാൻ വീൽ വാങ്ങൽ. Look at this guys, so beautiful. ഞങ്ങളിവിടെ കറക്റ്റ് സമയത്താണ് എത്തിയത്. സ്കൈ വാസ് സോ പിങ്ക്. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ പിങ്ക് കളറൊക്കെ പോയി, ഒക്കെ ഇതുപോലെ മങ്ങിപ്പോയി. But it's so beautiful. Wow, love it. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സുവോണിൽ വരികയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ഹ്വാസോങ് ഫോർട്രസ്. ഓക്കെ, പറയാൻ എന്ത് ബുദ്ധിമുട്ടാ. നൗ നമുക്ക് മേലെ പോവാം. ഞാനിങ്ങനെ ഷോർട്സ് റീൽസിനൊക്കെ ഉള്ള വീഡിയോ എടുത്ത് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. കാഴ്ച കണ്ടിട്ടുള്ള എൻ്റെ റിയാക്ഷൻ ഇസ് വെരി ഓണസ്റ്റ്. ഓക്കെ, ഐ ഹോപ്പ് യു എൻജോയ് ഇറ്റ്. എൻ്റെ കയ്യിൽ മറ്റേ വീഡിയോ ഇല്ല. I'll show you something. Look at this guys, so beautiful. Oh my god. Guys, highly recommend Hwasong Fortress. Okay, you should come here. Adu sunset in the samayathu. It's damn beautiful. Oh my god. Oh, so beautiful. ആകാശം എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. ഞങ്ങൾ വന്ന് ഇന്ത്യയിലെത്തിയോ എന്നൊരു ഡൗട്ടുണ്ട്. ഇത് നോക്കിയേ, ഇന്ത്യയിലുള്ള വീട് പോലെ ഉണ്ട്.
യുങ്കി മാരി മീ. യുങ്കിൻ്റെ അടുത്ത് പോയപ്പോൾ യുങ്കി എന്നെ കണ്ട പാടെ കേട്ട പാടെ ഓടിപ്പോയി ഗൈസ്. എന്നെ സാഡാക്കി ഗൈസ്. അങ്ങനെ നമ്മൾ സുവോണിന് തിരിച്ചു വന്നു. ഞാനിപ്പോൾ എൻ്റെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബസ്സും കൂടെ കയറി ഞാൻ റൂമിലെത്തും. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കുണ്ടല്ലോ ലൈറ്റ് പോവും. അതാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ എൻ്റെ കൺക്ലൂഷൻ ഓഫ് ദി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, എനിവേ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഈ വീഡിയോ ഞാൻ നല്ലപോലെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ആൻഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.